ഡു ചെയ്യുക, ഡിഡ് ചെയ്തു, ഡൺ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടാകും, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള മീനിങ്സിൽ നമുക്ക് ഉപയോഗിക്കാം. ഡൺ എന്ന വാക്കിൻ്റെ കൂടെ ഫോർ എന്ന ഒരു വാക്ക് കൂടി ചേർത്താലോ? ഡൺ ഫോർ. ആകെ മാറി, അതിൻ്റെ മീനിങ് ഒക്കെ ആകെ മാറി. ഡൺ ഫോർ എന്നത് ഒരു ഇഡിയം ആണ്. അതിൻ്റെ മീനിങ് എക്സോസ്റ്റഡ്, വോൺ ഔട്ട്, ഡിസ്ട്രോയിഡ്, ഇതൊക്കെയാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ മീനിങ്. ഇനി മലയാളത്തിലും വേണ്ടേ മീനിങ്? നമ്മൾ പറയില്ലേ, തകർന്നു പോയി, തകർന്ന് തരിപ്പണമായിപ്പോയി, അല്ലെങ്കിൽ ആകെ നശിച്ചു പോയി, ഇനി ഒരു രക്ഷയുമില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പക്ഷേ ഇങ്ങനെ മലയാളം മീനിങ് പറയുന്നതിനേക്കാൾ എളുപ്പം കുറച്ച് സെൻറ്റൻസസ് ആവുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ഡൺ ഫോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വല്ലാത്ത ഒരു എക്സാം ആയിപ്പോയി, അത് വല്ലാതെ പാളിപ്പോയി, അത് ഒരു രക്ഷയുമില്ല, ഒരിക്കലും പാസ്സാവാൻ ഒരു ചാൻസുമില്ല, അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതാണ് ഇറ്റ്സ് ഡൺ ഫോർ എന്ന് പറയുമ്പോൾ. ഹൗ വാസ് ദ ഇൻ്റർവ്യൂ എന്ന് ചോദിക്കുന്നു എന്ന് കരുതുക. ഇറ്റ്സ് ഡൺ ഫോർ. ഇറ്റ്സ് ഡൺ ഫോർ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുകയാണ് ഭേദം. ഒന്നും പറയേണ്ട കാര്യമില്ല, അത് ഒരു രക്ഷയുമില്ല, അതൊട്ടും ശരിയായില്ല, അത് ആകെ പാളിപ്പോയി, ചീറ്റിപ്പോയി എന്നൊക്കെ പറയില്ലേ? അത് തന്നെ. നമ്മൾ ആ കാര്യത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, നമുക്കൊട്ടും ഇഷ്ടമായിട്ടില്ല, വളരെ നെഗറ്റീവ് സെൻസിലാണ് അപ്പോൾ ഡൺ ഫോർ എന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ എം റിയലി ഡൺ ഫോർ, ഐ എം ഗോയിങ് ടു ബെഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഐ എം റിയലി ഡൺ ഫോർ, ഞാൻ വല്ലാതെ ക്ഷീണിച്ച് അവശയായിപ്പോയി, ഞാൻ എന്തായാലും കിടക്കാൻ പോവുകയാണ് എന്നാണ്. ഐ എം ഗോയിങ് ടു ബെഡ്, ഞാൻ ബെഡിലേക്ക് പോവുകയാണ്, ഇനി എനിക്കൊന്നും വയ്യ, ഐ എം റിയലി ഡൺ ഫോർ. അതാണ് ഡൺ ഫോറിൻ്റെ മീനിങ്. വല്ലാതെ ടയേർഡാണ്, വല്ലാതെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലാത്ത അത്രയ്ക്ക് ക്ഷീണിച്ചു. അപ്പോൾ മനസ്സിലായല്ലോ ഡൺ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. മൈ ഓൾഡ് കമ്പ്യൂട്ടർ ഈസ് ഡൺ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഓൾഡ് കമ്പ്യൂട്ടർ വളരെയധികം നാശമായി പോയി, ഇനി അത് ഉപയോഗിക്കാനേ പറ്റില്ല, ഇനി അതിൻ്റെ കാര്യം നോക്കുകയേ വേണ്ട എന്നാണ്. മൈ ഓൾഡ് കമ്പ്യൂട്ടർ ഈസ് ഡൺ ഫോർ. ഇനി ഒരു എക്സാമ്പിൾ കൂടി. ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജോൺ ആൻഡ് സൈമൺ, അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ജോൺ: ദ മാനേജർ നോസ് ദാറ്റ് അലക്സ് ഈസ് ദ വൺ ഹൂ മെസ്ഡ് അപ്പ് ദ റിപ്പോർട്ട്. മാനേജറിന് അറിയാം എന്ത്? അലക്സ് ഈസ് ദ വൺ ഹൂ മെസ്ഡ് അപ്പ് ദ റിപ്പോർട്ട്. റിപ്പോർട്ട് ആകെ അലങ്കോലമാക്കിയത് അലക്സ് ആണെന്ന് മാനേജർക്ക് അറിയാം. ഇത് കേട്ടപ്പോൾ സൈമൺ പറയുന്നത് എന്താ? ഹീസ് ഡൺ ഫോർ. ഇവിടെ സൈമൺ ഹീസ് ഡൺ ഫോർ എന്ന് പറയുന്നത് അലക്സിനെ പറ്റിയാണല്ലോ. അവൻ്റെ കാര്യം കഴിഞ്ഞു, അവൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ഡൺ ഫോർ എന്ന ഇഡിയം എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലായല്ലോ. സന്ദർഭത്തിനനുസരിച്ച് ഐ ആം ഡൺ ഫോർ, ഹീസ് ഡൺ ഫോർ, ദേ ആർ ഡൺ ഫോർ, ഷീസ് ഡൺ ഫോർ എന്നൊക്കെ ഉപയോഗിക്കണം കേട്ടോ.